മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാവട്ടെ അനന്തുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ മഹിയുടെ അവസ്ഥ എന്താണെന്ന്. മഹി ഇപ്പോ ബോധമില്ലാതെ ICUലാണ്. അനന്തുവേട്ടാ, കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് പറ്റിക്കാണുമോ? ഒന്നും അറിയില്ല, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ണനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ അനന്ത് പറയുമ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അങ്ങോട്ട് മഹിയുമായിട്ട് പോകണ്ട എന്ന്. ഇപ്പൊ എന്ത് സംഭവിച്ചു? കരുണയെ മര്യാദ പഠിപ്പിക്കാൻ പോയിട്ട് അവസാനം നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കുമാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ട മഹിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ഒരിക്കലും പിന്നീട് യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അങ്ങനെ വരികയാണെങ്കിലും അത് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. എല്ലാവരും ചേർന്ന് ആ കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞു എന്ന് വേണം പറയാൻ. കണ്ണേട്ടനാണ് ഇതിന് മെയിൻ പ്രതി എന്നൊക്കെ പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ലേഖേ, നീ ഇങ്ങനെ കിടന്ന് പഴിക്കാതെ, ഒരു തെറ്റ് പറ്റിപ്പോയി. കണ്ണന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. കാരണം അവനാകെ തകർന്നിരിക്കുകയാണ്. വീട്ടിൽ മഞ്ജുള്ളത് കൊണ്ട് മാത്രമാണ് കറക്റ്റ് സമയത്ത് കാര്യം അറിയാനായിട്ട് സാധിച്ചത്. ഞാനും കണ്ണനും ഗ്രൗണ്ടിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും. ശരി, എങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ? ആ, പോകാം. നീ വേഷം മാറുന്നില്ലേ? ഈ വേഷം ഞാൻ രാവിലെ ഇട്ടതാണ്, അതുകൊണ്ട് അതൊന്നും മാറാൻ നിൽക്കുന്നില്ല. എനിക്കാണെങ്കിൽ തീരെ സമാധാനമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടം വരെ ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തവും ലേഖയും അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് തോമസ് വൈദ്യനാവട്ടെ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചങ്കിടുപ്പോട് കൂടിയിട്ട് പറന്നെത്തുന്നുണ്ട്. എലിസബത്ത് ആവട്ടെ മഹിയെ ചികിത്സിച്ചതിന് ശേഷം തോമസ് സാറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്താ എന്താ എലിസബത്തെ, എന്തായി? അതെ, കണ്ണൻ ചെയ്തത് ഇവിടെ വെറും മണ്ടത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ ഏട്ടാ. ദേ നോക്ക്, ഒരുത്തിയെ മര്യാദ പഠിപ്പിക്കാൻ പോയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ മഹാലക്ഷ്മിക്ക് വന്നിരിക്കുന്നത്. അവസാനം ആർക്കാ നഷ്ടം ഉണ്ടായത്? മഹാലക്ഷ്മിക്കും കണ്ണനും മാത്രമാണ്. ആ കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. എനിക്കെന്തായാലും അതിലേതെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. എലിസബത്തെ, നീ എന്തീ പറയുന്നു? അതെ ഏട്ടാ, അങ്ങനെ ഒരു വീഴ്ചയുടെ പശ്ചാത്തലമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആഘാതം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മുകളിൽ നിന്നാണ് വീണിരിക്കുന്നത്. പിന്നെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റി, അത്രമാത്രം. എലിസബത്തെ, അങ്ങനെ പറയരുത്. നീ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെയും അമ്മയെയും രക്ഷപ്പെടുത്തണം. ഏട്ടനറിയാലോ, ഇതിനു മുമ്പും വിഷം ചെന്നതാണ് അകത്ത്. കഷ്ടിച്ചാണ് കുഞ്ഞിനെ എടുക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെയും ആ തെറ്റ് തന്നെ ആ കരുണയും കൂട്ടരും ആവർത്തിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോ ആരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? കണ്ണനും മഹാലക്ഷ്മിയല്ലേ? ആ അനന്തുവിന്റെ വീട്ടിലും ലേഖയുടെ വീട്ടിലും ഇരുന്ന പോരായിരുന്നോ? അവിടെയായിരുന്നില്ലേ ഏറ്റവും സേഫ് എന്നൊക്കെ എലിസബത്ത് പറയുമ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണൻ എവിടെ? അയാൾ അവിടെ ICUവിന് മുന്നിൽ തകർന്നു നിൽക്കുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊക്കെ തോമസ് വൈദ്യൻ പറയുമ്പോൾ കർത്താവിനോട് നന്നായി പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ ഇവിടെ കാണുന്നില്ല. ബാക്കിയൊക്കെ ഞാനും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറാണെങ്കിൽ കണ്ണന്റെ അടുത്തേക്ക് തോമസ് വൈദ്യനെ കൊണ്ടുപോവുകയാണ്. ഈ സമയം മഞ്ജു ആവട്ടെ ICUവിന്റെ ആ ഒരു ജനാല വഴി മഹിയെ നോക്കുന്നുണ്ട്. അവളും പൊട്ടിക്കരയുകയാണ്. കണ്ണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മാനസികമായിട്ട് അവൻ തകർന്നിരിക്കുന്നു. തോമസ് വൈദ്യനെ കാണുന്നുണ്ട്. കണ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ അയാളുടെ ചുമലിലേക്ക് ചായുകയാണ്. കാരണം ഒരു അച്ഛന്റെ സ്നേഹമാണല്ലോ തോമസ് വൈദ്യൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും അവനാണെങ്കിൽ കരയുന്നുണ്ട്. കണ്ണ, സാരല്ല, വിഷമിക്കണ്ട. ഇവിടെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. മഹാലക്ഷ്മിയെ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അത് ആ കരുണയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സാറേ. എന്നാലും ഇപ്പൊ എന്ത് സംഭവിച്ചത്? അവരൊന്നും അത്ര പെട്ടെന്നൊന്നും നന്നാവുന്ന കൂട്ടത്തിലല്ല. ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച കൂട്ടത്തിലാണ് കരുണയൊക്കെ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളെ നന്നാക്കാനായിട്ടും ശ്രമിക്കണ്ട. ഇനിയിപ്പോ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. അതിലുപരി ഒന്നും ചെയ്യാനില്ല. അനന്തവും ലേഖയും മഹിയെ പൊന്നുപോലെയല്ലേ നോക്കിയിരുന്നത്. അവരുടെ വീട്ടിൽ മാത്രം അവളെ നിർത്തിയാൽ മതിയായിരുന്നു. ഇവിടെ താൻ തന്നെയാണ് തെറ്റുകാരൻ എന്നിങ്ങനെ തോമസ് വൈദ്യൻ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. സാരമില്ലടാ, പേടിക്കണ്ട, എല്ലാം ശരിയാകും, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെ ആശ്വസിപ്പിച്ച് തോമസ് വൈദ്യനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മഞ്ജുവിന്റെ മുന്നിൽ കണ്ണൻ തകർന്നു നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണേട്ട വിഷമിക്കാതെ ഇരിക്കെ, എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുമ്പോൾ എന്റെ ഭാഗത്താ മോളെ തെറ്റ്. അത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഏട്ടനും കരുതിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നു. പെട്ടെന്നാണ് കണ്ണന്റെ ഫോണ് റിങ് ചെയ്യുന്നത്. മഹിയുടെ അമ്മയാണ്. കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. ഇനിയിപ്പോ എടുക്കാതിരിക്കേണ്ട, അവരെന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ അവൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ അമ്മയെ ടെൻഷൻ അടിപ്പിക്കേണ്ട, കണ്ണേട്ടൻ ഫോൺ എടുക്കുന്ന പറഞ്ഞുകൊണ്ട് കണ്ണനെ കൊണ്ട് നിർബന്ധിച്ച് ഫോൺ എടുപ്പിക്കുന്നു. മോനെ, എന്താ മോനെ, എന്താ പറ്റിയത്? കരുണ ഇങ്ങോട്ട് വന്നത് ഒരു ഭ്രാന്തിയെ പോലെയാണല്ലോ എന്ന് മോഹിനി പറയുമ്പോ അമ്മേ, അവള് ദേഷ്യത്തിൽ മഹിയെ തള്ളിയിട്ടു, അതും സ്റ്റെപ്പിന് മുകളിൽ നിന്നും. മോനെ, എന്താ ഈ പറയുന്നത്? മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതെ അമ്മേ, അവള് എല്ലാ ദേഷ്യവും മഹിയോടാണ് തീർത്തത്. വലിയ വീഴ്ചയാണ് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ്. ഇപ്പൊ ICUവിലുണ്ട്. അമ്മ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരാനും നിൽക്കേണ്ട, മഹിയെ കാണാൻ കഴിയില്ല.
മാത്രമല്ല അനന്തവും ലേഖയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണൻ ഫോൺ വെക്കുന്നു. ഈ സമയം മോഹിനിക്കാണെങ്കിൽ ആ ഒരു വാർത്ത സഹിക്കാൻ കഴിയുന്നില്ല. അവരാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വിറയ്ക്കുകയാണ്. പിന്നീട് കരുണയുടെ റൂമിലേക്ക് പോകുന്നു. വാതിൽ വളരെ ശബ്ദത്തോടു കൂടി തന്നെ തുറക്കുന്നത് കാണുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അറിഞ്ഞോ അറിഞ്ഞോ എന്നിങ്ങനെ കരുണ ഒരു ഭ്രാന്തിയെ പോലെ മോഹിനിയോട് ചോദിക്കുന്നു. എടി, നീ എന്റെ മോളെ എന്താടി ചെയ്തത്? ആ, അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും കോള് വന്നല്ലേ, എന്തായി? അവളുടെ കുഞ്ഞു പോയോ എന്നിങ്ങനെ കരുണ ഒരു സമനില തെറ്റിയതുപോലെ ചോദിക്കും. മോഹിനി ഒന്നും നോക്കുന്നില്ല, കരുണയുടെ കരുണത്തിട്ടൊന്ന് കൊടുക്കുകയാണ്. തല്ലിക്കോ, തല്ലിക്കൊന്നോ, എന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പറയ്, എന്തായി കാര്യങ്ങൾ? അവിടെ നിന്നും വീഴ്ത്തിയിട്ടപ്പോ തന്നെ വന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല. അവളും അവളുടെ കുഞ്ഞും മരിച്ചോ? എനിക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതി. ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരരുത്, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എടി, നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്? എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയും നിന്റെ അച്ഛനെയും ആരെയും ആ കണ്ണൻ വെറുതെ വിടാൻ പോകുന്നില്ല. നോക്കിക്കോ എന്ന് പറയുമ്പോ, ആരെ ഈ കണ്ണൻ? നിങ്ങളുടെ മോൾ കാണിച്ച അഹങ്കാരത്തിനുള്ള മറുപടിയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അവളെ എന്റെ മുന്നിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനി ആ കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം കൂടി കേട്ടാൽ എനിക്ക് പൂർണ്ണമായിട്ടും ആശ്വാസമാകുമെന്നൊക്കെ കരുണ പറയുമ്പോ, എടി, നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ. ഇങ്ങനെ ഒരു വിഷവിത്ത് അഥവാ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ പാപം ഒരിക്കലും നിന്നെ വിട്ടു പോകാൻ പോകുന്നില്ല കരുണ. അത്രയ്ക്കും വലിയൊരു ശാപമാണ് നീ വാങ്ങിക്കെട്ടാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോ, കുഴപ്പമില്ലെന്നേ, ഈ ജന്മം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. അവളുടെ ദാസിയായിട്ട് കഴിയാനൊന്നും എന്നെ കിട്ടില്ല. എന്താ അവരൊക്കെ വിചാരിച്ച്? ഒരു അച്ഛനെ കൊന്ന പേരും പറഞ്ഞിട്ട് ഈ കരുണയെ അങ്ങ് ആ കമലേശ്വരത്തിലെ വേലക്കാരിയാക്കാന്ന് വിചാരിച്ചോ? ഞാനേ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് രാവിലെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാ അമ്മയുടെ പുന്നാര മോൾ അങ്ങോട്ട് വന്നത്. ഒന്നും നോക്കിയില്ല, ഒറ്റത്തള്ള്. ഹോ, ആ കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. അവളുടെ ജീവൻ പോകുന്ന വേദനയിലായിരുന്നു അവളുടെ ബോധം പോയത്. ഇതൊക്കെ കേട്ട് മോഹിനിക്കാണെങ്കിൽ അറപ്പ് തോന്നുകയാണ് കരുണയോട്. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവർ ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നു. അങ്ങനെ കരുണയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷാവുകയാണ്. പിന്നീട് ഉണ്ണിയും ദുർഗയും ചേർന്ന് ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്നാലും മോൾ എല്ലാ ദേഷ്യവും ഒറ്റയടിക്ക് അങ്ങ് തീർത്തു. ആ, അത്രയ്ക്ക് വലിയൊരു തള്ളിവിടലായിരുന്നു. അല്ലമ്മേ, ഇപ്പോ ആ കുഞ്ഞ് ഇനി ജീവനോടെ വരുമോ? ഏയ്, വരാൻ ചാൻസ് ഇല്ലടാ. കാരണം ആഘാതം കുറച്ച് കൂടിയിട്ടുണ്ട് വീഴ്ചയുടെ. അല്ല പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളും കുഞ്ഞും വളരെ ആരോഗ്യത്തോടെ വരാനാണ് ചാൻസ്. എന്നാലും എന്തിനായിരിക്കും അമ്മേ കരുണ ആ മഹാലക്ഷ്മി പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നത്? അവള് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്തെങ്കിലും കുറച്ച് ദിവസം മുന്നേയുള്ള കരുണ മഹാലക്ഷ്മിയുടെ വേലക്കാരിയെ പോലെയായിരുന്നു. അവൾ എന്ത് പറയുന്നോ അത് മാത്രമേ കരുണ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. കരുണയുടെ അച്ഛന്റെ മാനസിക നില തെറ്റിയതിനു ശേഷമാണ് കരുണ അവരെ അനുസരിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടമ്മേ, അത് കണ്ടുപിടിക്കണം. മഹാലക്ഷ്മിയും കണ്ണനും നമുക്ക് മുന്നിൽ അഭിനയിച്ചപ്പോ ഞാൻ ആ രഹസ്യം കണ്ടെത്തിയതുപോലെ തന്നെ ഒരു ഇറക്കം കൂടി ഇറങ്ങേണ്ടി വരും. എങ്കിലേ ഇതിന് പിന്നിലുള്ള രഹസ്യം സത്യത്തിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കരുണയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തന്നെയാണ് കാരണം. അല്ലാതെ അവൾ ഇങ്ങനെയൊന്നും അവരെ അനുസരിക്കില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നു. ആ, അല്ലെങ്കിലും ആരാടാ ഇതൊക്കെ സഹിക്കുക? ഇത്രയും വലിയ വീട്ടിലെ ജോലി മുഴുവനും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞാൽ മോള് ചെയ്തതിലേ ഞാനും അനുകൂലിക്കുന്നുള്ളൂ. പിന്നെ ഞാനിവിടെ ഇവള് കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ മുത്തശ്ശിക്കും അച്ഛനൊക്കെ അയച്ചു കൊടുത്തിട്ടും യാതൊരു പ്രതികരണവും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് അമ്മയെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊക്കെയാ എനിക്കിങ്ങനെ സംശയം. എന്തായാലും ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അത് കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്ന് ഉണ്ണി പറയുകയാണ്. പിന്നെ നമ്മളിതിന് മുന്നേ ഒരുപാട് ശ്രമിച്ചതല്ലേടാ. എനിക്ക് തോന്നുന്നത് അവളും കുഞ്ഞും ആരോഗ്യത്തോടെ വരും. പിന്നെ ആ അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, ആ അയ്യപ്പ വിഗ്രഹത്തിന്റെ കണ്ണിലേക്ക് നോക്കാൻ തന്നെ പേടിയാ. കാരണം എന്തൊരു ചൈതന്യമാടാ ആ വിഗ്രഹത്തിന്. ശരിക്കും അയ്യപ്പസ്വാമി നമ്മളെ നോക്കുന്നത് പോലെ തന്നെയാണ്. പൂജാമുറിയിലേക്ക് കയറിയ ഞാൻ ആ ഭാഗത്തേക്ക് മാത്രം നോക്കാറില്ല. ശരിയാണമ്മേ, ആ വിഗ്രഹത്തിന് ജീവനുണ്ട്. കരുണ പുഴയിലേക്ക് എറിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷെ പിറ്റേ ദിവസം തന്നെ അത് വീണ്ടും പൂജാ റൂമിൽ വന്നിരുന്നു. അതിനർത്ഥം എന്തൊക്കെയോ ദുരൂഹതകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വീഴ്ചയിൽ അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. കരുണയ്ക്കും എനിക്കും കുഞ്ഞില്ലല്ലോ. ഈ കുഞ്ഞു പോയാൽ കരുണയുടെ പകുതി ജീവൻ തിരിച്ചു വരും. അല്ലെങ്കിലും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ. എന്തൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാ അവൾ ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ വേലക്കാരിയാവാന്നൊക്കെ വെച്ചാ ഏത് പടിഞ്ഞ് സഹിക്കുക? അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ ഇനിയിപ്പോ അയാൾ എന്റെ സാലറി കട്ട് ചെയ്യുമെന്ന് എന്റെ പേടി. എടാ മോനെ, നിനക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കൂടെ? പിന്നെ വെറുതെ കിട്ടുന്ന പൈസ ഞാൻ എന്തിനാ കളയുന്നത്? മാത്രല്ല, ഞാൻ വേറെ ജോലി നോക്കി പോയാലേ എനിക്ക് കിട്ടാനുള്ള എന്തെങ്കിലും പങ്ക് അയാൾ തരാതെ പോയാലോ? അതുകൊണ്ടേ ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഉണ്ണി പറയുന്നു. ഇത് കേട്ട് തുറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുന്ന
പിന്നീട് ഡോക്ടറാണെങ്കിൽ മഹിയെ വിശദമായി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം തോമസ് വൈദ്യനോട് പറയുന്നുണ്ട്, ഇച്ചായ, നമ്മൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. കണ്ണനോടും പുറത്തു നിൽക്കുന്ന കണ്ണന്റെ അനിയത്തിയോടൊക്കെ തന്നെ ഞാൻ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല, മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. മഹാലക്ഷ്മിക്ക് ഇപ്പോൾ വെറും 8 മാസം മാത്രമാണ്. പക്ഷേ ഇപ്പൊ തന്നെ പ്രസവം നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും അമ്മയോ കുഞ്ഞോ അതിലാരെങ്കിലും ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ. കാരണം മഹിക്ക് ഇപ്പൊ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ട്. എലിസബത്തെ, നീ എന്തീ പറയുന്നത്? ഇച്ചായ, നീ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ആണെങ്കിൽ തോമസ് വൈദ്യന് നേർക്ക് ആ ഒരു റിപ്പോർട്ട്സ് ഒക്കെ നീട്ടുകയാണ്. എന്തായാലും കുഞ്ഞിന് ചലനം നഷ്ടപ്പെട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചലിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇടയ്ക്ക് ചലനം നഷ്ടപ്പെടുന്നുണ്ട്. ഹാർട്ട് ബീറ്റിൽ ചെറിയൊരു വേരിയേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ പ്രസവം ഉടനെ തന്നെ നടത്തേണ്ടി വരും. മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും രക്ഷിക്കണം. കാരണം നന്മകൾ മാത്രം ചെയ്യുന്ന കൂട്ടത്തിലാണ് കണ്ണനും മഹാലക്ഷ്മിയും. ആ കുഞ്ഞിനൊരു ആപത്തും വരില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാനാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഫാദറിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഹിക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നവും ഇല്ലാതെ പുറത്തേക്ക് വരികയാണെങ്കിൽ മെഴുകുതിരിയും കത്തിച്ചു വെക്കാമെന്ന് നേർന്നിട്ടുണ്ട്. അതൊക്കെ മതി എലിസബത്തെ. കാര്യങ്ങൾ മാറി മറിയാൻ ദൈവത്തിന്റെ കടാക്ഷം ഉറപ്പായിട്ടുണ്ടാകും. 90% ദൈവം കരുണ കാണിക്കുക തന്നെ വേണം ഇച്ചായ ഇവരുടെ കാര്യത്തിൽ. പിന്നെ എലിസബത്തിന് അറിയോ, ആ കുഞ്ഞ് വെറും ഒരു കുഞ്ഞല്ല, അതിനെന്തൊക്കെയോ ദൈവിക ശക്തിയുണ്ട്. കാരണം ഉഗ്രവിഷമാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലേക്ക് ചെന്നത്. എന്നിട്ടും ആ കുഞ്ഞിന്റെ ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഇവിടെയും ദൈവം മാന്ത്രികം പ്രവർത്തിക്കും. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഇച്ചായം പറയുന്നത് പോലെ തന്നെ ആവട്ടെ. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയം മോഹിനിയാണെങ്കിൽ അവരെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് തുറച്ചു നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇത് കാണുമ്പോൾ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, എടാ, അവളുടെ നോട്ടം അത്ര വലിയ പന്തിയല്ലല്ലോ. ശരിയാണല്ലോ അമ്മേ. പെട്ടെന്ന് കരുണയും പുറത്തേക്ക് വരികയാണ്. ഓ, തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ട് നിന്നെയാണല്ലോടി കണി കണ്ടത്. അങ്ങനെ കരുണ പുറത്തേക്ക് വരുമ്പോൾ കരുണയെ കാണുമ്പോൾ തന്നെ മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും സത്യങ്ങളെല്ലാം അവരറിയുന്നുണ്ട്. പിന്നീട് കരുണയോട് എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യാൻ തോന്നി ചെയ്തു. ഇനിയിപ്പോ മാർക്കോയാണോ അതോ പോലീസാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നു. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മോഹിനി ആ ഞെട്ടിക്കുന്ന സത്യം കണ്ണനോട് തുറന്നു പറയുകയാണ്. അന്ന് സമനില തെറ്റിക്കടന്ന സമയത്ത് പ്രതാപൻ വാമദേവൻ കൊലയാളിയാണെന്ന് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് മുൻ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പ്രതാപനെ ചികിത്സിച്ച ആ ഡോക്ടറെ കാണാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.